നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതിയിൽ വലിയ തിരിച്ചടി. രാഹുലിന് മുൻകൂർ ജാമ്യമില്ല, അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി. വിധി വരുന്നതുവരെ അറസ്റ്റിനായി കാത്തു നിൽക്കേണ്ട. ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതിയിൽ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത്. 2 ദിവസമായി കോടതി മുറിയിൽ നടന്ന അതിശക്തമായ വാദം. ഒരു ദിവസം മുൻപ് അപ്രതീക്ഷിതമായി രാഹുലിനെതിരെ വന്ന 2ാം പരാതിയാണ് രാഹുലിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചത്. ഒപ്പം മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്തുവെന്ന കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമാണ് ഈ കോടതി വിധി. ശക്തമായ ഭാഷയിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ചു. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന് കോടതി തന്നെ വ്യക്തമാക്കുമ്പോൾ പോലീസിൽ സമ്മർദ്ദമേറുകയാണ്. രാഹുൽ കീഴടങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ മറുവശത്ത് ശക്തമാകുന്നു. മുൻകൂർ ജാമ്യ ഹർജിയുമായി ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതിയെ സമീപിക്കാം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറയാണ് കേസ് പരിഗണിച്ചത്. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ പുതുതായി സമർപ്പിച്ച തെളിവുകൾ കോടതി ഗൗരവത്തോടെ കണ്ടു. 3 കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം നിഷേധിക്കുന്നതിൽ കലാശിച്ചത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന നിലയിൽ പ്രോസിക്യൂഷന്റെ വാദം. അതിനെ സാധൂകരിക്കുന്ന 2ാം പരാതി അപ്രതീക്ഷിതമായി പോലീസ് രജിസ്റ്റർ ചെയ്തു. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ചാനലുകളിലുമൊക്കെ നിരന്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു മറ്റ് നിരവധി യുവതികൾ. അവരുടെ ഇത്തരം വെളിപ്പെടുത്തലുകളടക്കം വിശദമായ റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയത്. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും ജാമ്യം നൽകിയാൽ കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനുള്ള ജാമ്യം നിഷേധിച്ചത്. രാഹുലിന്റെ അഭിഭാഷകൻ അതിശക്തമായി കോടതിയിൽ തങ്ങളുടെ വാദമുഖമുയർത്തിയിരുന്നു. പെൺകുട്ടി സ്വമേധയാ ഗർഭഛിദ്രം നടത്തിയതാണ് എന്ന വാദം രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ ഈ വാദത്തെ പ്രോസിക്യൂഷൻ തകർത്തെറിഞ്ഞത് യുവതിയുടെ മറ്റൊരു മൊഴിയിലാണ്. യുവതിയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് വഴങ്ങിയില്ല എങ്കിൽ താൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ ഭയപ്പെടുത്തലിലാണ് താൻ ഗർഭഛിദ്രത്തിന് സമ്മതിച്ചത് എന്ന് യുവതി മൊഴി നൽകിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ബലാത്സംഗവും ഗർഭഛിദ്രവും നടന്നു എന്ന് കോടതിയിൽ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇതിനുപോൽബലകമായ തെളിവുകൾ, ഡോക്ടറുടെ മൊഴി, കൃത്യമായ രേഖകൾ എന്നിവ കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. നിസ്സഹായയായ ഒരു സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ ഒരു പൊതുപ്രവർത്തകനെ സമീപിച്ചപ്പോൾ നഗ്നദൃശ്യം പകർത്തിയതിനു ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചു കോടതിയിൽ. യുവതിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കിയതിനും പിന്നീട് ഗർഭഛിദ്രം നടത്തിയതിനും നിരവധി തെളിവുകളുണ്ട്. പ്രതിയെ പിടികൂടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകൾ പുറത്തുവരൂ എന്ന് കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. രാഹുലിനെതിരെ തട്ടിക്കൂട്ടിയ വ്യാജ പരാതിയാണ് 2ാമത് പീഡനാരോപണം എന്ന് പ്രോസിക്യൂഷനെതിരെ ശക്തമായ വാദമുഖങ്ങളുമായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നിറഞ്ഞിരുന്നു. എന്നാൽ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കോടതി വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളും നടത്തി. യുവതിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് നടന്നത് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദമുന്നയിച്ചു. അതിശക്തമായ വാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കോടതിയുടെ ഏറ്റവും ശക്തമായ വിധി പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രോസിക്യൂഷൻ. കോടതി ഏറ്റവുമധികം ശ്രദ്ധിച്ച 3ാമത് ഭാഗം ഇതാണ്. രാഹുലിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ് സംഘടനയുൾപ്പെടെ വലിയ വാദമുഖമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വച്ചത്. രാഹുലിന്റെയും അതിജീവിതയുടെയും ആവശ്യപ്രകാരം ഇക്കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിലായിരുന്നു വാദം നടന്നത്. 1.5 മണിക്കൂറോളം ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഏകദേശം 25 മിനിറ്റോളം നീണ്ടുനിന്ന തുടർവാദം.
പ്രോസിക്യൂഷന്റെ വാദം വിശദമായി കേട്ട ജഡ്ജി തുടർന്ന് രാഹുലിന്റെ അഭിഭാഷകനോട് ചില സംശയങ്ങൾ ചോദിച്ചു. അതിനുശേഷമാണ് ഏറ്റവും ശക്തമായ വിധി ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ തരാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയോട് അപേക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം കൂടി തെളിവുകൾ സമർപ്പിക്കാൻ കോടതി സമയം അനുവദിച്ചത്. തുടർവാദത്തിന് മുന്നോടിയായി പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ ഇന്ന് രാവിലെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. യുവതിയുമായുള്ള വാട്സാപ്പ് ചാറ്റിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് രാവിലെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ വെച്ചത്. ഇത് അപ്രതീക്ഷിത തിരിച്ചടിയായി. മുഴുവൻ വാട്സാപ്പ് ചാറ്റുകളും രേഖകളും അടക്കമാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ തങ്ങളുടെ വാദം ഉന്നയിച്ചത്. ഇവിടെ രാഹുലിന്റെ അഭിഭാഷകൻ ഒന്ന് പതറി. എന്നാൽ അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമായിരുന്നു പ്രതിഭാഗം കോടതിക്ക് മുൻപാകെ ഹാജരാക്കി ശക്തമായ വാദമുഖമുയർത്തിയത്. കേരളത്തിലേറെ വിവാദമായ രാഹുൽ മാങ്കൂട്ടം കേസിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇപ്പോൾ രാഹുലിന് സംഭവിച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി ബലാത്സംഗ കേസിൽ അകത്താകുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നതിനിടയിൽ അറസ്റ്റിന് തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ജനം ഉറ്റുനോക്കുന്നു. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം ഇനിയും ഒളിവിൽ തുടരുമോ എന്ന സംശയം ശക്തമാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നതുവരെ രാഹുൽ ഒളിവിൽ തുടരുമോ, അതോ നേരത്തെ ചില കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ വയനാട്ടിലേതെങ്കിലും കോടതിയിൽ രാഹുൽ കീഴടങ്ങുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.